Hello friends, welcome to my YouTube channel Andro Creations. ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ഫോണിന്റെ വോളിയം ബട്ടൺ എന്തെങ്കിലും പ്രോബ്ലംസ് വരികയാണെങ്കിൽ നമുക്ക് വോളിയം കൂട്ടാനോ കുറയ്ക്കാനോ സാധിക്കാതെ വരും. അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഷോപ്പിൽ കൊടുത്തൊക്കെ ഈ വോളിയം ബട്ടണൊക്കെ റെഡിയാക്കി എടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെയൊക്കെ ആണെങ്കിൽ കുറച്ചൊക്കെ ബുദ്ധിമുട്ടാണ്, പൈസ ചിലവൊക്കെ ഉള്ള കാര്യമാണ്. എന്നാൽ വോളിയം ബട്ടൺ കംപ്ലൈൻ്റ് ആണെങ്കിൽ ആ വോളിയം ബട്ടൺ മാറാതെ തന്നെ നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ ടച്ചിങ് വർക്ക് ചെയ്തുകൊണ്ട് വോളിയം ബട്ടൺ കൺട്രോൾ ചെയ്യുന്ന ഒരു ട്രിക്കാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഇതൊരു ആപ്ലിക്കേഷൻ വഴിയുള്ള ഒരു ട്രിക്കാണ്, നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഇതൊരു ആഡ് ഫ്രീ ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്, വളരെ കുറഞ്ഞ MB-യും അതുപോലെ തന്നെ ആഡ് ഫ്രീ, പരസ്യങ്ങളൊന്നും വന്ന് നമ്മളെ ശല്യപ്പെടുത്താത്ത ഒരു ആപ്ലിക്കേഷനാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നല്ലൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ അത് ഉപയോഗിച്ച് എങ്ങനെയാണ് വോളിയം കൺട്രോൾ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം, അതിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ആപ്ലിക്കേഷൻ. വോളിയം ഓൺ സ്ക്രീൻ ലൈറ്റ് എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര്. ആപ്ലിക്കേഷൻ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വന്നിരിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് വോളിയത്തിൻ്റെയും അതുപോലെ തന്നെ റിംഗ് ടൂണിൻ്റെയും മീഡിയയുടെയും അതുപോലെ തന്നെ നമ്മുടെ അലാറത്തിൻ്റെയൊക്കെ കാണാൻ സാധിക്കും. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ എനേബിൾ വോളിയം കൺട്രോളർ എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് ഈ ഒരു ആപ്ലിക്കേഷൻ ഓൺ ആക്കിയിടുക. ഓക്കെ, അപ്പോൾ ഇത് ഈ ഒരു ആപ്ലിക്കേഷൻ വർക്ക് ചെയ്ത് തുടങ്ങും. ഇനി നിങ്ങൾ വേറെ ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് എപ്പോഴാണോ വോളിയം അല്ലെങ്കിൽ കുറയ്ക്കേണ്ടത്, എപ്പോഴാണ് ആവശ്യം, ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഈ ഒരു വോളിയം അപ്പും ഡൗണും ഈ ഒരു ബട്ടൺ വർക്കിംഗ് അല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് താഴെ നമ്മൾ മുകളിൽ നിന്ന് താഴോട്ട് സ്വൈപ്പ് ചെയ്യുക, നമ്മുടെ നോട്ടിഫിക്കേഷൻ പാനൽ ഓൺ ആക്കുക. നോട്ടിഫിക്കേഷൻ പാനൽ ഓൺ ആക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ ഒരു ഐക്കൺ, നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ ബാർ ഇവിടെ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും, ഒരു ഐക്കൺ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ഫോണിൻ്റെ വോളിയം കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതായത് നമുക്ക് ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണ്, ഇവിടെ ക്ലിക്ക് ചെയ്യണമെങ്കിൽ വോളിയം കൂടും, ഇവിടെ ക്ലിക്ക് ചെയ്താൽ വോളിയം കുറയും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു 3 ലൈനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ തന്നെ ഒരു വോളിയം പാനൽ ഇവിടെ കിട്ടും. അത് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും അതുപോലെ തന്നെ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് മറ്റു കാര്യങ്ങളെല്ലാം തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. മാർക്ക് വോളിയം കൺട്രോൾ പാനൽ എല്ലാം തന്നെ നമുക്ക് ഇവിടെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. ഓക്കെ, നല്ലൊരു ആപ്ലിക്കേഷനാണ്, ഉപയോഗിച്ച് നോക്കാം. അപ്പോൾ വേറൊരു കാര്യം കൂടി നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഇടയ്ക്കിടയ്ക്ക് ഓഫായി പോവുകയോ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത ശേഷം ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ അലോ എന്ന് പറയുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫോണിലെ ബാറ്ററി ഒപ്റ്റിമൈസേഷൻ ആപ്ലിക്കേഷനിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഒഴിവാക്കി കൊടുക്കുക. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, റിപ്ലൈ നൽകുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നവരെ ബൈ.